പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. കോളേജിന്റെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൽ കരിയോയിൽ ഒഴിക്കുകയും നെയിം ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. കോളേജിന്റെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസ്, പ്രിൻസിപ്പൽ റൂം എന്നിവയുടെ മുന്നിലാണ് വ്യാപകമായി കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. മുറികളുടെ കതകിലും ഭിത്തികളിലും കരിയോയിൽ തേച്ചിട്ടുണ്ട്. പ്രിൻസിപ്പലിന്റെ നെയിം ബോർഡ് അടക്കം ഭിത്തിയിൽ നിന്ന് ഇളക്കി തറയിലിട്ട നിലയിലാണ്. വെള്ളിയാഴ്ച രാവിലെ കോളേജിലെത്തിയ ഓഫീസ് ജീവനക്കാരാണ് സംഭവം കണ്ടത്. അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുനലൂർ ഡിവൈഎസ്പി കെ.എൽ. ജോൺകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. ഇതിനിടെ കോളേജ് അധികൃതർ പ്രതിഷേധ യോഗം നടത്താൻ ശ്രമിച്ചു. എന്നാൽ പ്രതിഷേധ സമരങ്ങൾ വിലക്കിയിട്ടുള്ള കോളേജിൽ മാനേജ്മെന്റും യോഗങ്ങൾ നടത്താൻ പാടില്ലെന്ന നിലപാടുമായി വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തി. ഇത് ചെറിയ തോതിൽ വാക്കേറ്റത്തിനിടയാക്കി. കൊല്ലത്തു നിന്നും ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കോളേജിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ സാമൂഹ്യവിരുദ്ധരാണെന്നും അടിയന്തരമായി അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കൊട്ടാരക്കര റൂറൽ എസ്.പിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ സൂസി കുര്യൻ അറിയിച്ചു. കരിയോയിൽ വാരി ഇട്ടിരിക്കുന്നതും നെയിം ബോർഡ് താഴെ കിടക്കുന്നതും കണ്ടത്. നടപടി നമ്മൾ കൊട്ടാരക്കര എസ്.പി അറിയിച്ചു. എസ്.പി കംപ്ലൈൻറ്റ് ചെയ്തു. പത്തനാപുരം എസ്.ഐക്ക് കംപ്ലൈൻറ്റ് ചെയ്തു. നമുക്ക് ആരാന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. ലൈവ് വാർത്ത പത്തനാപുരം.